ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് SSC CGL പരീക്ഷയ്ക്ക് അടുത്തിടെ ചോദിച്ചുള്ള സ്പോർട്സ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നല്ലേ. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഏതാണ്ട് 50-നടുത്ത് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഫാക്ട്സ്, ഫോർ എക്സാമ്പിൾ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പാരാലിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ്, വിൻ്റർ ഒളിമ്പിക്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടെർമിനോളജി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട അവിടെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലേ. നമുക്ക് പരമാവധി ചോദ്യങ്ങൾ കവർ ചെയ്യണം. അതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്, ബട്ട് കുറച്ച് ഫാസ്റ്റായിട്ടുമായിരിക്കും പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? Whom among the following player is associated with the ജാവലിൻ ത്രോ? ജാവലിൻ ത്രോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേരെന്തായിരിക്കും? തീർച്ചയായിട്ടും നീരജ് ചോപ്രയാണല്ലേ. ഓപ്ഷനിൽ നോക്കി നീരജ് ചോപ്ര ഉണ്ടോ? ഉണ്ട്. ഓപ്ഷനിൽ എന്താണ്? നീരജ് ചോപ്ര ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? നീരജ് ചോപ്ര വരുന്നുണ്ട് അല്ലേ. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നീരജ് ചോപ്രയുടെ പേര് നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് എന്ന രീതിയിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു മെഡൽ സ്വന്തമായി തന്ന, അതായത് ഗോൾഡ് മെഡൽ തന്നെ സ്വന്തമാക്കി തന്ന വ്യക്തിയാണ് നീരജ് ചോപ്ര. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അഭിനവ് ബിന്ദ്ര എന്താണെന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. അഭിനവ് ബിന്ദ്ര കറക്റ്റ് തന്നെയാണ്. ബട്ട് അഭിനവ് ബിന്ദ്ര എന്താണ്? ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് അല്ല, അദ്ദേഹം ഷൂട്ടിംഗ് അത്ലറ്റ് ആണ്. സോ വ്യക്തിഗത വിഭാഗത്തിൽ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ ആദ്യ താരം ആരാണെന്ന് വെച്ചാൽ അത് 2008 അഭിനവ് ബിന്ദ്ര നേടിയിട്ടുണ്ട്. നേരെ മറിച്ച് ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് എന്ന രീതിയിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ താരം ഏതാണെന്ന് വെച്ചാൽ അത് നീരജ് ചോപ്രയാണ്. ഓക്കെ, ആ രീതിയിൽ ഓർത്തു വയ്ക്കണം. ഇദ്ദേഹം ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ മാത്രമല്ല ഫസ്റ്റ് ഏഷ്യൻ അത്ലറ്റ് ടു വിൻ എ ഗോൾഡ് മെഡൽ ഇൻ ജാവലിൻ ത്രോ എന്ന പ്രത്യേകത കൊണ്ട് ഒരു ഏഷ്യക്കാരന് പോലും ഇതുവരെ ജാവലിൻ ത്രോയിൽ ഒരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ നേട്ടം കൂടെ ആര് സ്വന്തമാക്കി? നീരജ് ചോപ്ര സ്വന്തമാക്കിയിട്ടുണ്ടല്ലേ. അതുപോലെ ഫസ്റ്റ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ടു വിൻ ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യൻ ഒളിമ്പിക്സ്, അതാരാണ്? അതും നീരജ് ചോപ്ര തന്നെയാണ്. അല്ലാതെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ എന്ന് മാത്രം ചോദ്യം വന്നാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആ ഒരു ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിജയിച്ചിട്ടുള്ള ആ ഒരു ലെങ്ത് ചോദിച്ചിട്ടുണ്ടല്ലോ, എത്ര മീറ്റർ എറിഞ്ഞിട്ടാണ് ഇദ്ദേഹം വിജയിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. 87.58 മീറ്റർ. ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇനി പങ്കജ് അദ്വാനിയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പങ്കജ് അദ്വാനി നമുക്കൊക്കെ അറിയുന്ന വ്യക്തിയാണ്. ഏത് മേഖലയാണ്? ബില്ലിയാർഡ്സ് ആണല്ലേ. ബില്ലിയാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് പങ്കജ് അദ്വാനി. ഇനി സൗരഭ് ചൗധരി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഷൂട്ടറാണ്. ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് സൗരഭ് ചൗധരി. മാണിക ബാത്രയുടെ പേര് ന്യൂസുകളിൽ നമ്മളിപ്പോൾ അടുത്തിടെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏത് താരമാണ്? ടേബിൾ ടെന്നീസ് ആണല്ലേ. മാണിക ബാത്ര ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. ഇത്രയും പേരുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. മുൻപ് പറഞ്ഞ ഏതൊക്കെയോ ചോദ്യങ്ങളിൽ ഞാൻ ഇതുപോലെ അഡീഷണൽ ആയിട്ട് വന്ന പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. നിങ്ങളൊന്ന് നെറ്റിൽ നോക്കിയിട്ട് ആ ഒരു പേരുകളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഏതാണ് ഇവൻ്റ് എന്ന്, സ്പോർട്സ് ഇവൻ്റ് ഏതാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താണ്? ദ ഫസ്റ്റ് പാരാലിമ്പിക് ഗെയിംസ് വെയർ ഹെൽഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ആദ്യത്തെ പാരാലിമ്പിക് ഗെയിംസ് നടന്ന എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ഓൾറെഡി നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യമാണല്ലേ. ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് വായിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നുകൂടെ എന്താണ് ക്ലാസ്സിലൂടെ ഓടിച്ചു പോയവർക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും. എന്താണ്? 1960 1960 എവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു? ഇറ്റലിയിൽ റോമിൽ വെച്ചിട്ടാണല്ലോ. 1960 ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ടാണ് ആദ്യത്തെ പാരാലിമ്പിക് ഗെയിംസ്. അതുവരെ ഒളിമ്പിക്സ് എന്ന രീതിയിൽ വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും മാത്രം നടന്നത്. എന്താണ് പാരാലിമ്പിക്സ് എന്ന രീതിയിൽ 23 രാജ്യങ്ങളിൽ നിന്നും 400-ലധികം പാരാ അത്ലറ്റ്സ് മുന്നോട്ടേക്ക് വന്ന സമയത്താണ് ഇത് ഈ രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതെന്താണ്? പിന്നീട് വിന്റർ പാരാലിമ്പിക്സ് എന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. 1976 തൊട്ടിട്ട് വിന്റർ പാരാലിമ്പിക്സ് സ്വീഡനിൽ വെച്ച് ആരംഭിച്ച കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർത്തു വയ്ക്കണം. ഇവിടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്ത ആദ്യത്തെ 10 ചോദ്യത്തിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. സോ ഉത്തരം 1960 ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? തോമസ് കപ്പ്
ഈസൻ. എന്താണ് തോമസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ല ചോദ്യം വന്നത്. തോമസ് കപ്പ് എത്ര തവണ കൂടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നടക്കുന്നത്? ആനുവലി ആണോ, ബൈനിയൽ ആണോ, ക്വാർട്ടർലി ആണോ, ട്രൈനിയൽ ആണോ എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത്. തോമസ് കപ്പ് എന്താണെന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലെ. തോമസ് കപ്പ് നമ്മൾ മുൻപും പറഞ്ഞിട്ട് എന്താണ്? ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ്. ചോദ്യം അതല്ല വന്നത്. നമ്മൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണെന്നൊക്കെ പഠിച്ചു വിട്ട് നമ്മളോട് ചോദ്യം അതല്ല വന്നത്. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ ആണ് തോമസ് കപ്പ് എന്നൊക്കെ നമുക്കറിയാം അല്ല. അതിന്റെ ഗവേണിംഗ് ബോഡിയാണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്ന് നമുക്കറിയാം. സോ ആ രീതിയിലെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് പോയിട്ട് നമ്മളോട് എന്താണ് ചോദിക്കുന്നത്? ഈ പറയുന്ന തോമസ് കപ്പ് എത്ര വർഷം കൂടുമ്പോഴാണ് കളിക്കുന്നത് എന്നാണ് ചോദ്യം. ആക്ച്വലി ഈ ഒരു ചോദ്യം ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും നമുക്കിപ്പം നിലവിലെ കാര്യം വെച്ചിട്ടാണ് ചോദ്യം വന്നതെന്ന് അനുമാനിച്ച് ഉത്തരത്തിലേക്ക് എത്താം. കാരണം 1948 തൊട്ടിട്ട് 1982 വരെയുള്ള ആ ഒരു കാലയളവിൽ 3 വർഷം കൂടുമ്പോഴാണ് ട്രൈനിയലായിട്ടാണ് ഈ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് 1982 ശേഷം ഇപ്പോൾ കറണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ബൈനിയൽ എന്നുള്ളത് ട്രൈനിയൽ എന്നുള്ളത് ബൈനിയലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 2 വർഷം കൂടുമ്പോൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സോ ചോദ്യം വന്നത് ഇപ്പോഴത്തെ കറണ്ട് ഇവന്റ് ബേസ് ചെയ്തിട്ടാണെന്ന് നമുക്ക് വിശ്വസിച്ചൊരു ഉത്തരത്തിലേക്ക് പോകാം. അങ്ങനെ തന്നെയായിരുന്നു അന്ന് SSC ചോദ്യം ചോദിച്ച സമയത്ത് ഉത്തരമായിട്ട് അവരും നൽകിയിട്ടുണ്ടായിരുന്നത്. സോ എന്താണ്? സോ ബൈനിയലായിട്ടാണ് 2 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു ഇവന്റ് നടക്കുന്ന എന്ന രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ ആ ഒരു കാര്യം. നെക്സ്റ്റ് എന്താണ്? പെനാൽറ്റി കോർണർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? ഏത് സ്പോർട്സുമായിട്ടാണ് പെനാൽറ്റി കോർണർ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം വന്നത്. തന്ന ഓപ്ഷനിലാണ് ചോദിക്കുന്നത്. സോ തന്ന ഓപ്ഷനിൽ ചെസ് ഒരിക്കലും എന്താണ് പെനാൽറ്റി കോർണർ എന്ന് പറയുന്ന കാര്യം ചെസ്സിൽ വരത്തേയില്ല. സോ 100% നമുക്ക് ഉറപ്പാണ് ചെസ്സിൽ പെനാൽറ്റി കോർണർ വരില്ല. അതുപോലെ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ ഒരു ടേമില്ല. ബാഡ്മിന്റണിലും വരുന്നില്ല. പിന്നെന്താണ്? ഹോക്കിയാണ് അല്ലേ. ഫീൽഡ് ഹോക്കിയിലാണ് ഈ പറയുന്ന പെനാൽറ്റി കോർണർ വരുന്നത്. പെനാൽറ്റി കോർണർ അല്ലെങ്കിൽ ഷോർട്ട് കോർണർ എന്നും വിളിക്കാറുണ്ട്. പെനാൽറ്റി സർക്കിളിനകത്ത് വെച്ച് ചെയ്യുന്ന മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ആ ഒരു നിയമലംഘനത്തിനൊക്കെയാണ് ഇത് ഓപ്പോസിറ്റ് ടീമിന് നൽകുന്നത്. സോ പെനാൽറ്റി കോർണർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു തോമസ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. 2022 തോമസ് കപ്പിന്റെ ഹോസ്റ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നല്ലോ. എവിടെയാണ്? തായ്ലാൻഡിന്റെ ബാങ്കോക്കിലാണ്. അതിൽ വിജയികൾ നമ്മുടെ ഇന്ത്യയാണ്. ആദ്യമായിട്ട് ഇന്ത്യ വിജയിച്ചു. അങ്ങനെ ഒരു ചോദ്യം അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇനി 2024 അപ്കമിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന തോമസ് കപ്പിന്റെ വെന്യൂ എന്ന് പറയുന്നത് ചൈനയാണ്. ഓക്കെ, ചൈനയാണ് അപ്കമിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന ഇവന്റിന്റെ വെന്യൂ എന്ന് പറഞ്ഞത് അതുകൂടെ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, സോ പെനാൽറ്റി കോർണർ ഇവിടെ നമുക്ക് പെനാൽറ്റി സർക്കിളിനുള്ളിൽ വരുന്ന കാര്യമാണെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് എന്താണ്? ശ്രീ സാഗർ കൈലാസ് ഒവാൾക്കർ was in news for being conferred with the Arjuna Award 2022 for his outstanding contribution which of the following sports? ഈ ചോദ്യം എങ്ങനെയാണ്? പേഴ്സണാലിറ്റിയും അതുപോലെ അവരുടെ സ്പോർട്സ് ഇവൻസുമാണല്ലേ. ഒരു പേഴ്സണാലിറ്റിയെ തന്നിട്ട് വിരാട് കോഹ്ലി ഏത് മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും ക്രിക്കറ്റ് ആണ്. അല്ലെങ്കിൽ ലയണൽ മെസ്സി ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും എന്താണ്? ഫുട്ബോൾ ആണെന്ന രീതിയിൽ പറയും. അല്ലെങ്കിൽ PR ശ്രീജേഷ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഹോക്കി പറയും. അതുപോലെ മാണിക ബാത്ര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ടേബിൾ ടെന്നീസ് പറയും. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ജാവലിൻ ത്രോ പറയും. അത്തരത്തിൽ അത് നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. മേരി കോമിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ബോക്സിംഗ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. മീരാബായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ബട്ട് നമുക്ക് അത്രത്തോളം പരിചിതമല്ല. ഈ ഒരു വ്യക്തി ഫേമസ് അല്ല എന്നല്ല അതിനർത്ഥം. നമുക്ക് അത്രത്തോളം പരിചിതമല്ലാത്തൊരു പേരാണ്. ന്യൂസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്പോർട്സിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. സാഗർ കൈലാസ് ഒവാൾക്കർ ഏത് സ്പോർട്സ് രൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. മല്ലഖാമ്പാണ്. ഓക്കെ, ആക്ച്വലി മല്ലഖാമ്പ് എന്താണ് ആ ഒരു സ്പോർട്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. മല്ലഖാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊരു സ്പോർട്സ് രൂപമാണ്. ഒരു മല്ലഖാമ്പുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് പേഴ്സണാലിറ്റിയാണ് സാഗർ കൈലാസ് ഒവലാക്കർ. അദ്ദേഹത്തിൻ്റെ പേര് ആ രീതിയിലൊന്ന് ഓർത്തേക്കണം. മല്ലഖാമ്പുമായിട്ട് ബന്ധപ്പെട്ട മെയിൽ പ്ലെയർ ആണ്. ഇദ്ദേഹത്തിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ മെയിൽ പ്ലെയർ ടു വിൻ അർജുന അവാർഡ് ഫോർ മല്ലഖാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ മെയിൽ താരം കൂടിയാണ് സാഗർ കൈലാസ് ഒവലാക്കർ. ഇനി ഇതിനു മുൻപ് ഫീമെയിൽ താരം മല്ലഖാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫീമെയിൽ താരം നേടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. 2021 ഹിമാനി പറാവ്. ആരാണ്? ഹിമാനി പറാവ്
പറാബ് 2021 അർജുന അവാർഡ് നേടിയിട്ടുണ്ട് മല്ലഖാമ്പുമായിട്ട് ബന്ധപ്പെട്ട്. ബട്ട് വുമൺ പ്ലെയർ ആയിരുന്നു. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഹിമാനി പറാബിന്റെ പേര് കൂടെ അവിടെ ഓർത്തു വെക്കണം. ചിലപ്പം ഹിമാനി പറാബ് ഏത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് എന്താണ്? മല്ലഖാമ്പാണ്. നെക്സ്റ്റ് എന്താണ്? ഡേഷ് became the first swimmer from India to breach the Olympic qualification time a cut in swimming as he capped the qualification period with an outstanding performance in the സെറ്റി കോളി ട്രോഫി ഇൻ റോം ഇറ്റലി 2021 ജൂൺ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2021 ജൂൺ മാസത്തിൽ ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്ന സെറ്റി കോളി ട്രോഫി, അത് 2021 തന്നെ നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. ആ ടൂർണമെൻറ്റിൽ ഓൾറെഡി ഒളിമ്പിക് ക്വാളിഫിക്കേഷനും നേടി. ബട്ട് അവിടെ എന്താണ്? എ കട്ട് റാങ്കിങ്ങോടുകൂടെ ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ നേടി. നമ്മൾ സാധാരണയായിട്ട് വിജയിച്ചു എന്ന് പറയുമ്പോൾ A+, B+ എന്നൊക്കെ പറയില്ല. ആ രീതിയിൽ എ കട്ട് ക്വാളിഫിക്കേഷനോടുകൂടെ സ്വിമ്മിങ്ങിൽ ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫിക്കേഷൻ നേടി. അതും ഇറ്റലിയിൽ വെച്ച് നടന്ന സിറ്റി കോളി ട്രോഫിയിൽ ആ ക്വാളിഫിക്കേഷൻ നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം. മറ്റാരുമല്ല, നമ്മുടെ സജ്ജൻ പ്രകാശ് ആണല്ലേ. ഇത്തരത്തിൽ നേടിയത് സജ്ജൻ പ്രകാശ് ആണ്. 2021 റോമിൽ നടന്ന സെറ്റ് കോളി ട്രോഫിയിൽ എന്താണ് 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ 1 മണിക്കൂർ 56 മിനിറ്റ് 38 സെക്കൻഡ് കൊണ്ട് എന്താണ് ഇന്ത്യയുടെ തന്നെ ആ ഒരു റെക്കോർഡ് സമയത്തോടുകൂടെ വിനയുടെ എ കാറ്റഗറി അല്ലേ, ആ ഒരു എ കാറ്റഗറി ഇദ്ദേഹത്തിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എക്കട്ട് കാറ്റഗറി എന്ന് പറയും. എക്കട്ട് മാർക്കോടുകൂടെ ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് സജ്ജൻ പ്രകാശ് മാറിയിട്ടുണ്ട്. സജ്ജൻ പ്രകാശ് മലയാളിയാണ്. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ സ്വിമ്മർ ടു ക്വാളിഫൈ ഫോർ 2 ഒളിമ്പിക്സ് ഇൻ എ റോ എന്ന രീതിയിൽ കൺസിക്യൂട്ടീവായിട്ട് 2 ഒളിമ്പിക്സിൽ നീന്തലിൽ യോഗ്യത നേടുന്ന ആദ്യത്തെ താരം കൂടിയാണ് സജ്ജൻ പ്രകാശ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച മറ്റ് സ്വിമ്മേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ സജ്ജൻ പ്രകാശ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച മറ്റ് സ്വിമ്മേഴ്സാണ് ശ്രീഹരി നടരാജ്, ഒരു വ്യക്തിയാണ് ശ്രീഹരി നടരാജ് ഉണ്ട്. അതുപോലെ മന പട്ടേൽ ഉണ്ട്. ഇവരുടെ പേരൊക്കെ ഒന്ന് ഓർത്തേക്കണം. ഇവരുടെ പേര് തന്നിട്ട് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സ്വിമ്മിംഗ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. സജ്ജൻ പ്രകാശ്, മന പട്ടേൽ, ശ്രീഹരി നടരാജ്, 3 പേരുടെയും പേരുകളൊന്ന് ഓർത്തേക്കണം. ഇതാണ് നമ്മുടെ മലയാളിയായുള്ള സജ്ജൻ പ്രകാശ്. നമ്മുടെ മലയാളത്തിൻ്റെ ഒക്കെ അഭിമാനമാണല്ലേ. നെക്സ്റ്റ് എന്താണ്? ഇൻ ഡിസംബർ 2021 Anchal Thakur was in news for winning a bronze medal at international event. Which sports is she associated with? എന്താണ് കാര്യം? അഞ്ചൽ താക്കൂർ. സിമ്പിളായിട്ട് ചോദ്യം ഇത്രയേ ഉള്ളൂ. അഞ്ചൽ താക്കൂർ എന്ന് പറയുന്ന ആ ഒരു കായിക പ്രതിഭ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ച്വലി അഞ്ചൽ താക്കൂറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 2022 വിന്റർ യൂത്ത് ഒളിമ്പിക്സ് 2012 വിന്റർ യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി കൂടിയായിരുന്നു ഈ പറഞ്ഞ അഞ്ചൽ താക്കൂർ. അവരെന്താണ്? ആൽപൈൻ സ്കൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. ഓക്കെ, ആൽപൈൻ സ്കൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്കയർ ടു വിൻ ആൻ ഇന്റർനാഷണൽ സ്കൈയിങ് മെഡൽ 2018 എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ സ്കയർ ടു വിൻ ആൻ ഇന്റർനാഷണൽ സ്കൈയിങ് മെഡൽ എന്ന നേട്ടം കൂടെ ആൽപൈൻ സ്കയർ ആയിട്ടുള്ള അഞ്ചൽ താക്കൂർ സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് ചോദ്യം? ഇൻ ഡിസംബർ 2021 അഞ്ചൽ താക്കൂർ വാസ് എ ന്യൂസൻസ് വിന്നിംഗ് ബ്രോൺസ് മെഡൽ അറ്റ് ഇന്റർനാഷണൽ ഇവന്റ്. ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഇവന്റിൽ എന്താണ്? ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ പറഞ്ഞ അഞ്ചൽ താക്കൂർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം വന്നത്. ആൽപൈൻ സ്കയർ ആണ്, അല്ലെങ്കിൽ ആൽപൈൻ സ്കൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കായിക താരമാണ് അഞ്ചൽ താക്കൂർ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് വാസ് ഹോസ്റ്റ് 36th നാഷണൽ ഗെയിംസ്? എന്താണ്? 36ാമത്തെ നാഷണൽ ഗെയിംസ് ഏത് ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ആതിഥേയത്വം വഹിച്ചതെന്നായിരുന്നു ചോദ്യം. 36ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത് 2022 ഓക്കെ. 2022 സെപ്റ്റംബർ 29 സെപ്റ്റംബർ 29 തൊട്ടിട്ട് ഒക്ടോബർ 12 വരെ, സെപ്റ്റംബർ 29 തൊട്ട്. ഈ ഒരു ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കണം. ഡേറ്റ് പരീക്ഷയ്ക്ക് വയ്ക്കും. സെപ്റ്റംബർ 22 തൊട്ടിട്ട് ഒക്ടോബർ 12 വരെയായിരുന്നു 36th എഡിഷൻ ഓഫ് നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2022 നാഷണൽ ഗെയിംസിന്റെ 36ാമത്തെ എഡിഷൻ ആയിരുന്നു. അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? അത് ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ഓക്കെ, 29 സെപ്റ്റംബർ തൊട്ടിട്ട് 12 ഒക്ടോബർ വരെ ഗുജറാത്തിൽ വെച്ച് നടന്നു. ഇതിന്റെ മോട്ടോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടോ ലോഗോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടോ എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നാണ്. എന്താണ്? സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ
സ്പോർട്സ് എന്നതാണ് ഇതിൻ്റെ മോട്ടോ വരുന്നത്. ഇതിൻ്റെ ലോഗോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഏഷ്യാറ്റിക് ലയൺ. ഓക്കെ, ഒരു ഏഷ്യാറ്റിക് ലയണിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ലോഗോ ആണ് ഈ പറയുന്ന നാഷണൽ ഗെയിംസിൻ്റെ ലോഗോ ആയിരുന്നു. ഈ നാഷണൽ ഗെയിംസിൽ 36ാമത്തെ എഡിഷനിൽ വിന്നറായിട്ട് വന്നത് സർവീസസ് ആണ്. 128 മെഡൽസ് സർവീസ് സ്വന്തമാക്കിയിട്ട് അതിൽ 61 ഗോള്, 35 സിൽവർ, 32 ബ്രോൺസ്. ഓക്കെ, ആ ഒരു നമ്പർ അടക്കം ചോദിക്കാറുണ്ട്. വിന്നറായിട്ട് വന്ന സർവീസസ് ആണ്. 128 മെഡൽ, 61 ഗോൾഡ്, 35 സിൽവർ, 32 ബ്രോൺസ്. ബെസ്റ്റ് മെയിൽ അത്ലറ്റ് ആയിട്ട് വന്നത് സജ്ജൻ പ്രകാശ് ആണ്. സജ്ജൻ പ്രകാശിന് 5 ഗോൾഡും 2 സിൽവറും 1 ബ്രോൺസും നേടാൻ വേണ്ടി സാധിച്ചു. ബെസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് ആയിട്ട് വന്നത് ഹർഷിക രാമചന്ദ്രയാണ്. 6 ഗോൾഡും 1 ബ്രോൺസുമാണ് ഹർഷിക രാമചന്ദ്ര സ്വന്തമാക്കിയത്. സോ 36ാമത്തെ നാഷണൽ ഗെയിംസ് എവിടെ വെച്ച് നടന്നു? ഗുജറാത്തിൽ വെച്ച് നടന്നത് സെപ്റ്റംബർ 29 തൊട്ടിട്ട് 12 ഒക്ടോബർ വരെയാണ്. മോട്ടോ സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നതാണ്. ലോഗോ ഏഷ്യാറ്റിക് ലയൺ ആണ്. വിന്നർ സർവീസസ് ആണ്. 128 മെഡൽ സ്വന്തമാക്കി, 61 ഗോൾഡ്, 35 സിൽവർ, 32 ബ്രോൺസ്. ബെസ്റ്റ് മെയിൽ പ്ലെയർ സജ്ജൻ പ്രകാശ്, 5 ഗോൾഡും 2 സിൽവറും 1 ബ്രോൺസും സ്വന്തമാക്കി. ബെസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് ഹർഷിക രാമചന്ദ്ര, 6 ഗോൾഡും 1 ബ്രോൺസും സ്വന്തമാക്കി. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് നെവർ ഹോസ്റ്റഡ് ദ പാരാലിമ്പിക് ഗെയിംസ്? താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഓപ്ഷനിൽ ഇതുവരെ ഒരു പാരാലിമ്പിക് ഗെയിം പോലും ഹോസ്റ്റ് ചെയ്യാത്ത, ഒളിമ്പിക് അല്ല പാരാലിമ്പിക് ഗെയിം പോലും എന്താണ് ഹോസ്റ്റ് ചെയ്യാത്ത രാജ്യം ഏത് എന്നാണ് ചോദ്യം വന്നത്. ഒളിമ്പിക്കും പാരാലിമ്പിക്കും ഹോസ്റ്റ് ചെയ്താണ് സെയിം തന്നെയാണല്ലോ. കാരണം ഒരേ വെന്യൂവിൽ തന്നെ വെച്ചിട്ടാണ് പാരാലിമ്പിക്കും ഒളിമ്പിക്സ് നടക്കുന്നത്. ഡേറ്റ്സ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. സോ ആദ്യം നമുക്ക് ഇസ്രായേൽ നോക്കാം. ഇസ്രായേലിൽ പാരാലിമ്പിക് ഗെയിംസ് നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നടന്നിട്ടുണ്ട്. ഇസ്രായേലിൽ പാരാലിമ്പിക്സ് നടന്നത് 1968 1967 ഇസ്രായേലിൽ തെൽ അവീവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? തെൽ അവീവ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇസ്രായേലിൽ തെൽ അവീവ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഉത്തരമായിട്ട് എന്ത് വരത്തില്ല? നമ്മുടെ ഉത്തരമായിട്ട് ഇസ്രായേൽ വരത്തില്ല. ഇസ്രായേൽ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ജപ്പാനാണ്. ജപ്പാൻ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 2020 ജപ്പാനിൽ ടോക്കിയോയിൽ വെച്ചിട്ട് പാരാലിമ്പിക്സ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. 2020 എന്ന് പറയുമ്പോൾ 2021 നടന്നത്. സോ അതുപോലെ എന്താണ്? 1964 പാരാലിമ്പിക്സ് ആണ്. ടോക്കിയോയിൽ വെച്ചിട്ട് തന്നെ പാരാലിമ്പിക്സ് നടന്നിട്ടുണ്ട്. ടോക്കിയോയിൽ വെച്ചിട്ട് തന്നെ പാരാലിമ്പിക്സ് 1964 നടന്നിട്ടുണ്ട്. ഇനി സൗത്ത് കൊറിയയിൽ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. 1988 സിയോളിൽ വെച്ചിട്ട് സൗത്ത് കൊറിയയിൽ നടന്നിട്ടുണ്ട്. സോ ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്, ജപ്പാനിൽ നടന്നിട്ടുണ്ട്, സൗത്ത് കൊറിയയിൽ നടന്നിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല. സോ ഇവിടെ ഉത്തരമായിട്ട് എന്താണ് വരുന്നത്? ഇന്ത്യയാണ്. ഇതുവരെ പാരാലിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാത്ത തന്ന ഓപ്ഷനിൽ ഏക രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. സോ ഇന്ത്യ ഉത്തരമായിട്ട് അവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഇന്ത്യയാണ് ഇവിടെ ഉത്തരം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇൻ ജനുവരി 2022 ഹു വാസ് നെയ്മഡ് ഫോർ ദ റേച്ചൽ ഹിയോ ഫ്ലിൻറ്റ് ട്രോഫി ഫോർ ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ? 2022 ജനുവരി മാസത്തിൽ ഒരു വനിതാ ക്രിക്കറ്ററെ ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ തെരഞ്ഞെടുക്കുകയും റേച്ചൽ ഹോയെ ഫ്ലിൻറ്റ് ട്രോഫി നൽകുകയും ചെയ്തു. ഏതാണ് ആ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്നാണ് ചോദ്യം. മിഥാലി രാജ്, എല്ലിസി പെറി, ലിസ്ലി ലീ, അതുപോലെ സ്മൃതി മന്ദാന. ഉത്തരം വരുന്നത് നമ്മുടെ നിലവിലെ ഇന്ത്യയുടെ ബാറ്ററായുള്ള സ്മൃതി മന്ദാനയാണ്. ഓക്കെ, സ്മൃതി മന്ദാനയാണ് 2022 ഇന്ത്യൻ വുമൺ ക്രിക്കറ്ററായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ICCയുടെ വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് വന്നു. ഇന്ത്യൻ വുമൺ ക്രിക്കറ്ററല്ല, ഇന്ത്യയുടെ വുമൺ ക്രിക്കറ്ററാണ്. അതുപോലെ ICC വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് 2022 തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി സെയിം കാര്യം 2023 വരുന്ന സമയത്ത്, അതായത് രാച്ചൽ ഹോയെ ഫ്ലിൻറ്റ് ട്രോഫി 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാറ്റ് സൈവർ ആണ്. നാറ്റ് സൈവർ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ താരമാണ്. ആരാണ്? നാറ്റ് സൈവർ ഇംഗ്ലണ്ടിന്റെ ബാറ്ററാണ്. ഇംഗ്ലണ്ടിന്റെ വനിതാ ബാറ്ററാണ് നാറ്റ് സൈവർ. സോ നാറ്റ് സൈവറിനാണ് 2021 സെയിം അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്മൃതി മന്ദാനയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 2022 ഹാങ്സോ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു നേട്ടം സ്മൃതി മന്ദാന സ്വന്തമാക്കിയത്? ഓസ്ട്രേലിയയിൽ ടെസ്റ്റിലും വൺ ഡേ ഇന്റർനാഷണൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം എന്ന പ്രത്യേകതയോടെ സ്മൃതി മന്ദാനയ്ക്കുണ്ട്. അതുകൂടെ സ്മൃതി മന്ദാനയുടെ കാര്യമൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് വോൺ ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് മെഡൽ ഇൻ ടോക്കിയോ പാരാലിമ്പിക് 2020? ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലേ. ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടിയത് ഏത് രാജ്യമാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് തന്നെ ഏത് രാജ്യമാണ്? ചൈനയാണല്ലേ. എത്ര മെഡലായിരുന്നു ചൈന 2020 ടോക്കിയോ പാരാലിമ്പിക്സ് 2021 നടന്നത്? എത്ര മെഡലായിരുന്നു എന്നും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 207 മെഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലെങ്കിൽ നോട്ട് ചെയ്തോ. 207 മെഡലാണ്. അതിൽ 96 ഗോൾഡ്, അതുപോലെ 60 സിൽവർ,
51 ബ്രോൺസ്. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 207 മെഡൽസ് ചൈന സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യ എത്രാമതാണ് ഫിനിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഫിനിഷ് ചെയ്തത് 24th ആണ്. ഓക്കെ, ഇന്ത്യ ഫിനിഷ് ചെയ്തത് 24th ആണ്. അതിൽ തന്നെ എന്താണ്? അതിൽ 19 മെഡൽ ഉണ്ട്. 19 മെഡലിൽ എന്താണ്? 19 മെഡലിൽ 5 ഗോൾഡ് ഉണ്ട്, അതുപോലെ 8 സിൽവർ ഉണ്ട്, 6 ബ്രോൺസ് ഉണ്ട്. ഓക്കെ, 5 ഗോൾഡ്, 8 സിൽവർ, 6 ബ്രോൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗ് ബിയറേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയർ ആയിട്ടുണ്ടായിരുന്നത് തെക്ചന്ദും, ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയർ ആയിട്ടുണ്ടായിരുന്നത് അവനി ലഖേരിയുമാണ്. അതുകൂടെ അവിടെ നോർത്തേക്കണം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ഹോസ്റ്റഡ് ദ 3 ഏഷ്യൻ ഗെയിംസ്? താഴെ തന്ന ഏത് രാജ്യമാണ് 3 ഏഷ്യൻ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഞാൻ ചോദ്യം ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്ഷൻ കൊടുക്കാൻ വിട്ടുപോയതല്ല, എഫക്റ്റ് മാറിപ്പോയതാണ്. സോ ഇതിൻ്റെ ഉത്തരം വരുന്നത് സൗത്ത് കൊറിയയാണ്. ഓക്കെ, സൗത്ത് കൊറിയയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. സൗത്ത് കൊറിയയാണ് 3 തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെ വർഷമാണെന്ന് ചോദിച്ചാൽ സൗത്ത് കൊറിയ ഏതൊക്കെ വർഷമാണ് ആതിഥേയത്വം വഹിച്ചതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് സൗത്ത് കൊറിയ ആതിഥേയത്വം വഹിക്കുന്നത് 1986 അതെവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ സൗത്ത് കൊറിയയിലെ സിയോളിൽ വെച്ചിട്ടാണ് 1986 ആതിഥേയത്വം വഹിക്കുന്നത്. അതിനുശേഷം 2002 ആതിഥേയത്വം വഹിക്കുന്നു, ബുസാനിൽ വെച്ചിട്ട് ആതിഥേയത്വം വഹിക്കുന്നു. അതിനുശേഷം 2014 ഇഞ്ചിയോണിൽ വെച്ചിട്ടും ആതിഥേയത്വം വഹിക്കുന്നു. ഓക്കെ, ഇനി ഫിലിപ്പീൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് 1954 മനിലയിൽ വെച്ച്, ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ചിട്ട് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഇനി ജപ്പാനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ജപ്പാൻ എന്താണ്? ജപ്പാൻ 3 തവണ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കത്തില്ല, കാരണം ഒന്ന് അപ്കമിംഗ് ആയിട്ട് വരുന്ന ഇവൻ്റ് ആണ്, 2026 അല്ലാതെ 2 തവണ വഹിച്ചത് 1958 ടോക്കിയോ, അതുപോലെ 1994 ഹിരോഷിമ, അതുപോലെ അപ്കമിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് 2026 ഐച്ചി നഗോയ. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ട് ഐച്ചി നഗോയയാണല്ലോ 2026. ഇനി ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇന്ത്യ 2 തവണ ആതിഥേയത്വം വഹിച്ചിട്ട്, ഒന്ന് 1951 ഫസ്റ്റ് എഡിഷൻ, അതുപോലെ 1982 വഹിച്ചിട്ടുണ്ട്. രണ്ടും ഇവിടെ തന്നെയാണ്, രണ്ടും ന്യൂഡൽഹിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ തവണ വഹിച്ചത് ഈ പറയുന്ന സൗത്ത് കൊറിയ ആണോ എന്ന് ചോദിച്ചാൽ സൗത്ത് കൊറിയ അല്ല, തായ്ലാൻഡ് 4 തവണ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ബട്ട് അങ്ങനെയല്ല ചോദ്യം വന്നത്, തായ്ലാൻഡ് ഓപ്ഷനിലും ഇല്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. തായ്ലാൻഡ് എന്താണ് 4 തവണ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. 1966, 1970, 1978, 1998 ഈ 4 വർഷങ്ങളിൽ എന്താണ് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടിയിട്ട് തായ്ലാൻഡിനായിട്ടുണ്ട്. ഇനി 3 വർഷം ആതിഥേയത്വം വഹിച്ച വേറെ രാജ്യമുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷനിൽ ഇല്ലാത്തൊരു രാജ്യമുണ്ട്, അത് ചൈനയാണ്. ഓക്കെ, 1990, 2010, 2022. ഓക്കെ, സോ ചൈനയും ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാം. ബട്ട് ഓപ്ഷനിൽ ചൈന ഇല്ല. തന്ന ഓപ്ഷനിൽ സൗത്ത് കൊറിയ മാത്രമാണ് ഇത്തരത്തിൽ 3 തവണ ആതിഥേയത്വം വഹിച്ച രാജ്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വാട്ട് വാസ് ഇന്ത്യസ് റാങ്കിങ് പാരാലിമ്പിക് 2020? 2020 പാരാലിമ്പിക്സിന് ഇന്ത്യയുടെ റാങ്കിങ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ഇന്ത്യയുടെ റാങ്കിങ് എത്രയായിരുന്നു? 24ാമതാണ്. അതിൽ ഇന്ത്യ 5 ഗോൾഡും 8 സിൽവറും 6 ബ്രോൺസും അടക്കം 19 മെഡൽ നേടിയിട്ടുണ്ടെന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനിടയിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഗോൾഡ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 5 ഗോൾഡ്, ഈ പറഞ്ഞ 5 ഗോൾഡ് 8 സിൽവർ 6 ബ്രോൺസ്, ആ ഒരു 5 ഗോൾഡ് ഞാൻ പറയുന്ന സമയത്ത് അവനി ലഗേര 2 ഗോൾഡ് നേടിയെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവനി ലഗേര 2 ഗോൾഡ് അല്ല, ആക്ച്വലി അവനി ലഗേര 1 ഗോൾഡും 1 ബ്രോൺസും ആണ്. നമ്മൾ പറഞ്ഞ സമയത്ത് എണ്ണം, ടോട്ടൽ ആളുകളുടെ എണ്ണം പറഞ്ഞ സമയത്ത് 5 ആളുകളുടെ പേര് പറഞ്ഞു. ബട്ട് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവനി ലഗേര 2 ഗോൾഡ് നേടിയെന്ന് പറഞ്ഞു. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു 5 ആൾ പ്ലസ് അവനി ലഗേരയുടെ എക്സ്ട്രാ വരുന്ന ഒരു ഗോൾഡ് പ്ലസ് 6 വരേണ്ടതായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞത് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് അവനി ലഗേര 2 ഗോൾഡ് അല്ല, അവനി ലഗേര 1 ഗോൾഡും 1 ബ്രോൺസുമാണ് സ്വന്തമാക്കിയത്. അവനി ലഗേര എന്ന് പറയുന്നത് ഷൂട്ടിംഗ് താരമാണ്. അതുപോലെ സുമിത് അന്തിലുണ്ട്, സുമിത് അന്തിൽ അത്ലറ്റിക്സ് താരമാണ്. അതുപോലെ തന്നെ മനീഷ് നർവാൾ ഉണ്ട്, ഷൂട്ടിംഗ് താരമാണ്. അതുപോലെ പ്രമോദ് ഭഗത്തും കൃഷ്ണ നഗരം, 5 പേരായാലോ ബാഡ്മിൻ്റൺ ആണ് ഈ 2 പേരും വരുന്നത്. സോ ഈ 5 പേരാണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത്. അവനി ലഗേര 2 മെഡൽ സ്വന്തമാക്കിയെന്നേ ഉള്ളൂ. 2 ഗോൾഡ് അല്ല, 1 ഗോൾഡും 1 ബ്രോൺസുമാണ്. സോ 24 എന്ന് പറയുന്ന നമ്പർ അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 2031 ക്രിക്കറ്റ് വേൾഡ് കപ്പ്? 2031 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ODI ആണ്. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, വൺ ഡേ ഇന്റർനാഷണൽ ആണ്. സോ വൺ ഡേ ഇന്റർനാഷണൽ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. അതിന് മുൻപ് നമുക്ക് 2023 വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ ആണല്ലേ.
ഇന്ത്യയാണ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ത്യക്ക് എന്താണ് വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഫൈനൽ വരെ ഇന്ത്യ എത്തി. ബട്ട് ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുന്ന രീതിയിൽ സാഹചര്യം മാറിയിട്ടുണ്ടായിരുന്നു. സോ 2031 വീണ്ടും ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ബട്ട് ഇവിടെ ഇന്ത്യ ഒറ്റയ്ക്കല്ല, ബംഗ്ലാദേശ് കൂടെ ഇന്ത്യയുടെ കൂടെയുണ്ട്. സോ 2031 ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇനി 2031 2023 ഇടയിലൊരു വർഷം ഉണ്ടല്ലോ, 4 വർഷം കഴിഞ്ഞിട്ട് 2027 ആണല്ലേ. 2027 ODI വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് നമീബിയ, സൗത്ത് കൊറിയ, സിംബാബ്വെ. ആരൊക്കെയാണ്? നമീബിയ, സൗത്ത് കൊറിയ, സിംബാബ്വെ. ഇത്രയും രാജ്യങ്ങളാണ് 2020 ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത്. 2031 ആരൊക്കെയായിരുന്നു? 2031 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ആ രീതി കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ODI വേൾഡ് കപ്പ് എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ്. 1975 ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി T20I വേൾഡ് കപ്പ് വരാൻ വേണ്ടി പോവുകയാണ് 2024. ഈ വർഷം T20I വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. മെൻസ് T20I വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് US-ലും വെസ്റ്റ് ഇൻഡീസിലുമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അറ്റ് വിച്ച് ഒളിമ്പിക് ഗെയിംസ് ഡിഡ് ഇന്ത്യ വിൻ എ ഗോൾഡ് മെഡൽ ഫോർ ദ ഫസ്റ്റ് ടൈം? ഏത് ഒളിമ്പിക് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയെന്നാണ് ചോദ്യം വരുന്നത്. ഇന്ത്യ ആദ്യമായിട്ടൊരു ഗോൾഡ് മെഡൽ. നോർമൻ പിച്ചാറിന്റെ കാര്യം നമുക്കറിയാം. ബട്ട് അദ്ദേഹം ഇന്ത്യക്കാരനല്ല, ആംഗ്ലോ ഇന്ത്യൻ ആണ്. ബ്രിട്ടീഷ് ആ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റ് ആണ് വന്നത്. സോ അദ്ദേഹത്തിന് സിൽവർ മെഡലുമാണ് നേടാൻ വേണ്ടി സാധിച്ചത്. നമുക്ക് ആദ്യമായിട്ട് ഒരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് 1927 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അത് കഴിഞ്ഞിട്ട് 1928, 32, 36, 48, 52, 56 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 തവണ നമ്മൾ നേടി. 1928 തുടങ്ങിയ ആ ഒരു ചരിത്രയാത്ര 1956 നമ്മൾ അവസാനിപ്പിക്കുന്നത്. സോ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ 1928 ആദ്യമായിട്ട് ഗോൾഡ് നേടി. ബട്ട് ചോദ്യം മറ്റൊരു രീതിയിൽ വരാം. അറ്റ് വിച്ച് ഒളിമ്പിക്സ് ഡിഡ് ഇന്ത്യ ഫ്രീ ഇന്ത്യ വിൻ എ ഗോൾഡ് മെഡൽ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ, അതായത് സ്വതന്ത്ര ഇന്ത്യ ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ നേടിയ ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ 1928 എഴുതരുത്. അപ്പോൾ തെറ്റും. കാരണം 1928 ഫ്രീ ഇന്ത്യ അല്ല, ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ല, അത് ബ്രിട്ടീഷ് അണ്ടറിൽ വരുന്ന ഇന്ത്യയാണ്. സോ ഫ്രീ ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടുന്നത് 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. അതും ഹോക്കി തന്നെയാണ്. സോ ആ രീതിയിൽ തെറ്റിപ്പോവാതെ നോട്ട് ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് അറ്റ് വിച്ച് ഒളിമ്പിക്സ് ഗെയിം ഡിഡ് ഫ്രീ ഇന്ത്യ വിൻ എ ഗോൾഡ് മെഡൽ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എയിൽ ആംസ്റ്റർഡാം കാണുമ്പോൾ നമ്മൾ ചാടിക്കറി ചെയ്തു അല്ലേ. എന്നിട്ടാണ് പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ ആലോചിക്കുക ആ ചോദ്യം ഫ്രീ ഇന്ത്യ എന്നുണ്ടായിരുന്നല്ലോ. ഫ്രീ ഇന്ത്യ എന്ന് പറയുമ്പോൾ 1947 ശേഷം അല്ലേ. സോ 1948 ലണ്ടൻ ഒളിമ്പിക്സ് അല്ലേ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങും അല്ലേ. സോ ആ രീതി കൂടെ ഓർത്തേക്കണം. 1900 നോർമൻ പിച്ചാർഡ് 2 സിൽവർ മെഡൽ സ്വന്തമാക്കിയ കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ അവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സോ ഇവിടെ ഉത്തരം 1928. ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ ഒളിമ്പിക് മെഡൽ? എന്താണ്? ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ, അത് എന്ത് മെഡലും ആയിക്കോട്ടെ, ആ മെഡൽ സ്വന്തമാക്കിയ വനിത ആരെന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായിട്ടൊരു വ്യക്തിഗത വിഭാഗത്തിൽ ഒരു വനിത മെഡൽ സ്വന്തമാക്കി. അതാരാണ്? അത് മറ്റാരുമല്ല, കർണം മല്ലേശ്വരി ആണല്ലേ. ആരാണ്? കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി എന്ന് പറയുമ്പോൾ ഫിഗറിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണല്ലേ. ആ ഒരു ഭാരം ഉയർത്തുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വെയിറ്റ് ലിഫ്റ്ററാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി 2000 ഒളിമ്പിക്സ് സിഡ്നിയിൽ വെച്ച് നടന്ന 2000 ഒളിമ്പിക്സിൽ 69 കിലോഗ്രാമിലാണ്, വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണ് ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയത്. എന്താണ്? ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയതാണ് കർണം മല്ലേശ്വരി. സ്വർണ്ണമോ സിൽവറോ അല്ല, ബ്രോൺസ് ആണ് ആദ്യത്തെ വനിത സ്വന്തമാക്കിയ ആ ഒരു മെഡൽ. വെയിറ്റ് ലിഫ്റ്റർ ആയിട്ടുള്ള കർണം മല്ലേശ്വരി 2000 ഒളിമ്പിക്സിൽ സിഡ്നിയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ 69 കിലോഗ്രാം കാറ്റഗറി സ്വന്തമാക്കി. ഇനി കർണം മല്ലേശ്വരിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1999 നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. 1999 അർജുന അവാർഡ്. അതുപോലെ അതിനു മുൻപ് 1994, 95 ഖേൽ രത്ന അവാർഡ് നൽകി നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. അതുപോലെ 1999 അർജുന അവാർഡ് കൂടെ തന്നെ എന്താണ്, പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, കർണം മല്ലേശ്വരിക്ക് നേടിയ നേട്ടങ്ങളാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റു വനിതകളിലേക്ക്, ഓപ്ഷൻ തന്ന മറ്റു വനിതകളിലേക്ക് നോക്കുന്ന സമയത്ത് PV സിന്ധു ആദ്യമായിട്ട് ഒരു വനിത സിൽവർ മെഡൽ ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവന്നു. അതാരാണ്? അത് PV സിന്ധു ആണല്ലോ. ഫസ്റ്റ് എവർ ഇന്ത്യൻ വുമൺ വിത്ത് 2 ഒളിമ്പിക് മെഡൽ. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ സിൽവർ ഇൻ ഒളിമ്പിക്സ്. ഇതൊക്കെ നേട്ടം സ്വന്തമാക്കിയത് ആരാണ്?
PV സിന്ധു ആണല്ലേ. 2016 സിൽവർ മെഡലും 2020 ബ്രോൺസ് മെഡലും നേടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ 2 മെഡൽ സ്വന്തമാക്കുന്നത്. ആ നേട്ടം ആര് സ്വന്തമാക്കി? PV സിന്ധു സ്വന്തമാക്കി. ഇനി മീരാബായ് ചാനുവും എന്താണ്? കാരണം മല്ലീശ്വരിയെ പോലെ തന്നെ വെയിറ്റ് ലിഫ്റ്ററാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സിൽവർ തന്നെ എന്താണ് മീരാബായ് ചാനുവിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബട്ട് അതിന് മുൻപ് എന്താണ് സിൽവർ 2016 PV സിന്ധു നേടിയതുകൊണ്ട് ആദ്യത്തെ വനിത എന്ന നേട്ടം എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ സൈന നെഹ്വാളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട്. ബട്ട് അത് ബ്രോൺസ് ആയിരുന്നു. 2012 ബ്രോൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹൗ മെനി പോയിന്റ്സ് ആർ ദർ ഇൻ ഫോർത്ത് സെറ്റ് ഇൻ വോളിബോൾ? എന്താണ് വോളിബോളിന്റെ ഫോർത്ത് സെറ്റിൽ എത്ര പോയിന്റ് ഉണ്ടെന്നാണ് ചോദ്യം. സോ വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റൂൾ നമുക്കൊന്ന് അറിയണം അല്ലേ. വോളിബോളിന് പ്രധാനമായിട്ട് എന്താണ്? വോളിബോളിന് പ്രധാനമായിട്ട് 5 സെറ്റ് വരുന്നുണ്ട്. വോളിബോളിന് എന്താണ്? 5 സെറ്റ് വരുന്നുണ്ട്. വോളിബോളിന് 5 സെറ്റ്. ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. വോളിബോളിന് 1, 2, 3, 4, 5 സെറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 5 സെറ്റിൽ ആദ്യത്തെ 4 സെറ്റും ആദ്യത്തെ 4 സെറ്റും എന്താണ്? ആദ്യത്തെ 4 സെറ്റും 25 പോയിന്റ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ആദ്യത്തെ 4 സെറ്റും എന്താണ്? 25 പോയിന്റ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ബട്ട് അഞ്ചാമത്തെ സെറ്റ് 25 പോയിന്റ് അല്ല, അവിടെ പകരം 15 പോയിന്റ് വെച്ചിട്ടാണ് അഞ്ചാമത്തെ സെറ്റ് കളിക്കുന്നത്. നമ്മളോട് ചോദ്യം അഞ്ചാമത്തെ സെറ്റ് അല്ല, ചോദ്യം എന്താണ്? ഫോർത്ത് സെറ്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫോർത്ത് സെറ്റ് എത്രയാണ്? 25 പോയിന്റ് ആണ്. സൂത്രം എത്രയാണ്? 25 പോയിന്റ് ആണ് അല്ലേ. ഒളിമ്പിക്സ് അല്ല, വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് വോളിബോളിന് 5 സെറ്റ് ഉണ്ട്. ആദ്യത്തെ 4 സെറ്റിലും 25 പോയിന്റും ഫൈനൽ സെറ്റിൽ എത്രയാണ്? 15 പോയിന്റ് ആയിട്ടാണ് കളിക്കുന്നത്. വോളിബോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 ടീം വരും. 2 ടീമിലും 6 പ്ലേയേഴ്സ് വീതം വരും. ഇനി ഈ പറയുന്ന ഫിഫ്ത്ത് സെറ്റ് 14 നിൽക്കുകയാണെങ്കിൽ 14 ഫിഫ്ത്ത് സെറ്റ് ഡ്രോ ആയി നിന്ന് കഴിഞ്ഞാൽ ആദ്യം ഏത് ടീമാണോ 2 പോയിന്റ് നേടുന്നത്, 14 എന്നതിൽ നിന്നും 14-16 ആദ്യം ഏത് ടീം നേടുന്നു ആ ടീം വിജയിക്കും. നമ്മുടെ ബാഡ്മിൻ്റണൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ബാഡ്മിൻ്റണിലൊക്കെ ഇതുപോലെ ടൈ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലീഡിംഗ് ആയിട്ട് 2 പോയിന്റ് ആദ്യം ഏത് ടീം നേടുന്നു ആ ടീം ജയിക്കുമെന്ന കാര്യം നമുക്ക് അറിയാം. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് ഏതാണ്? മാക്സിമം ഹൗ മെനി ഓവേഴ്സ് ക്യാൻ എ ബോളർ ബോൾ ഇൻ ODI ക്രിക്കറ്റ് മാച്ചസ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ T20 ബന്ധപ്പെട്ട് T20 ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോളർക്ക് ഒരു ഓവറിൽ മാക്സിമം എത്ര ബോൾ എറിയാമെന്ന രീതിയിൽ, ഒരു ഓവറിലല്ല ഒരു കളിയിൽ മാക്സിമം എത്ര ബോൾ എറിയാമെന്ന് ചോദിച്ചാൽ നമ്മൾ 4 ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ODIയിൽ എന്താണ്? ODIയിൽ 4 അല്ല 10 രീതിയിലും പറഞ്ഞു. അതുപോലെ ടെസ്റ്റിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെസ്റ്റിൽ നോ ലിമിറ്റ് ആണ്. ബട്ട് ഡെയിലി ലിമിറ്റ് ഉണ്ട്. ഡെയിലി 90 ഓവർ ഉണ്ടെങ്കിൽ അതിൽ 45 ഓവർ ഒരു വ്യക്തിക്ക് മാക്സിമം എറിയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എറിയാൻ വേണ്ടി പറ്റത്തില്ല. ഓൾട്ടർനേറ്റ് ആയിട്ട് മാത്രമേ ബോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് എന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്താലും 45 ഓവറെ ഒരു ദിവസം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബട്ട് നോ ലിമിറ്റ് എന്നാണ്. ചിലപ്പോൾ കളി 90 ഓവറിന് മേലെയും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 45 നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, സോ ഇവിടെ ഉത്തരം എന്താണ്? 10 ഓവറാണ് ഇവിടെ ഉത്തരം വരുന്നത്. 10 ഓവേഴ്സ് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വി ഹാവ് വിങ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഇവൻറ്റ്? വി ഹാവ് വിങ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം ഏത് സ്പോർട്സ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. 2020 പാരാലിമ്പിക്സിൽ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇതുപോലെ പാരാലിമ്പിക്സ് ആയാലും നമ്മുടെ പാരാലിമ്പിക്സ് ആയാലും അതുപോലെ സാധാരണ ഒളിമ്പിക്സ് ആയിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ ഓപ്പണിങ്ങിലും അതുപോലെ ക്ലോസിങ്ങിലും ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും ഇതുപോലെയുള്ള കൺസെപ്റ്റ് വരാറുണ്ട്. സെറിമണി കൺസെപ്റ്റ്, ക്ലോസിംഗ് സെറിമണി കൺസെപ്റ്റ്, ഓപ്പണിംഗ് സെറിമണി കൺസെപ്റ്റ് എന്ന രീതിയിൽ വരാറുണ്ട്. ഇത് കോമൺ ആയിട്ട് ഇതിപ്പോൾ ഒളിമ്പിക്സിനായാലും പാരാലിമ്പിക്സിനായാലും കോമൺ ആയിട്ട് 2020 ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ് മൂവിങ് ഫോർവേഡ്. ഇത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂവിങ് ഫോർവേഡ് മാത്രം നമ്മൾ കോമൺ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയുള്ള സെപ്പറേറ്റ് ആയുള്ള കൺസെപ്റ്റ് കൂടെ നമുക്കൊന്ന് നോക്കണം. പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 16th പാരാലിമ്പിക്സ് ഗെയിംസ് ആണ്. 16th പാരാലിമ്പിക്സ് ഗെയിംസ് ആണ് 2020 നടന്നതെന്ന്. 2020 21 നടന്നത്. 2020 16th ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഓപ്പണിംഗ് സെറിമണിയിലെ കൺസെപ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വി ഹാവ് വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് സെറിമണിയിലെ കൺസെപ്റ്റ് ആണല്ലേ. എന്താണ്? വി ഹാവ് വിങ്സ് എന്നത് ഓപ്പണിംഗ് സെറിമണിയിലെ കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സെറിമണിയിലെ കൺസെപ്റ്റ് എന്താണ്? ഹാർമോണിയസ് കക്കഫോണി എന്നാണ്. എന്താണ്? ഹാർമോണിയസ് കക്കഫോണി എന്നാണ് ക്ലോസിംഗ് സെറിമണിയുടെ ആ ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ടോക്കിയോ ഒളിമ്പിക്സിൽ, പാരാലിമ്പിക്സ് അല്ലാതെയുള്ള ഒളിമ്പിക്സിലും ഇതുപോലെ എന്താണ്? മൂവിങ് ഫോർവേഡ് എന്നത് കോമൺ ആണ്.
അല്ലാതെ ഓപ്പണിംഗ് സെറിമണിയിൽ യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നൊരു ടേം ഉണ്ടായിരുന്നു. അതുപോലെ വേൾഡ്സ് വി ഷെയർ എന്നതായിരുന്നു ക്ലോസിംഗ് സെറിമണി. വേൾഡ്സ് വി ഷെയർ എന്നായിരുന്നു ക്ലോസിംഗ് സെറിമണിയിൽ ഉണ്ടായിരുന്നത്. സോ മനസ്സിലായല്ലോ, മൂവിംഗ് ഫോർവേഡ് കോമൺ ആണ്. 16th പാരാലിമ്പിക്സിൽ ഓപ്പണിംഗ് സെറിമണിയിൽ വി ഹാവ് വിങ്സ്, അത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നു. ക്ലോസിംഗ് സെറിമണിയിൽ ഹാർമോണിയസ് കൊക്കഫോണി. അതുപോലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഓപ്പണിംഗ് സെറിമണിയിൽ യുണൈറ്റഡ് ബൈ ഇമോഷൻസും ക്ലോസിംഗ് സെറിമണിയിൽ വേൾഡ് വി ഷെയർ എന്നതുമാണ് ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബട്ട് നമുക്ക് മുൻപ് പറയുമ്പോൾ വിട്ടുപോയ കാര്യങ്ങൾ കൂടിയായിരുന്നു. സോ പാരാലിമ്പിക്സ് 2020 ആണ്. നെക്സ്റ്റ് എന്താണ്? ഡാഷ് കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ടോക്കിയോ പാരാലിമ്പിക് 2020. അതും നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 162 രാജ്യങ്ങളാണ് 2020 പാരാലിമ്പിക്സിൽ പങ്കെടുത്തത്. 162 കൺട്രീസ് ഇൻക്ലൂഡിംഗ് റെഫ്യൂജി പാരാലിമ്പിക് ടീം ആൻഡ് റഷ്യ പാരാലിമ്പിക് കമ്മിറ്റിയും റെഫ്യൂജി പാരാലിമ്പിക് ടീമും അടക്കം 162 നാഷൻസ് ആണ് ഈ പറയുന്ന 2020 ടോക്കിയോ പാരാലിമ്പിക്കിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ എന്താണ്, മൊത്തം 4043 അത്ലറ്റ്സും 539 സ്പോർട്ടിംഗ് ഇവൻറ്റും 22 സ്പോർട്സും ഉണ്ടല്ലേ. സോ 539 സ്പോർട്ടിംഗ് ഇവൻറ്റ് സ്പോർട്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബാഡ്മിൻ്റൺ തന്നെ മിക്സഡ് ഡബിൾ വരാം സിംഗിൾ വരാം, ആ രീതിയിൽ വ്യത്യാസം വരാറുണ്ട് അല്ലേ. സോ അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. അതുപോലെ എന്ന് വരികയാണ് ഈ പറയുന്ന 2020 ടോക്കിയോ പാരാലിമ്പിക്സ് നടന്നത്? 24th ഓഗസ്റ്റ് തൊട്ടിട്ട് 5th സെപ്റ്റംബർ 2021 വരെയാണ്. അതുപോലെ ഫസ്റ്റ് പാരാലിമ്പിക്സ് ഹെൽഡ് ഇൻ നോൺ ലീപ്പ് ഇയർ എന്ന പ്രത്യേകത കൂടെയുണ്ട്. ഇത് 2020 നടന്നത് 2021 നിങ്ങൾ ബാക്കിയുള്ള പാരാലിമ്പിക്സ് നോക്കിക്കേ, ബാക്കിയുള്ള ഒരു പാരാലിമ്പിക്സ് പോലും ഈ പറയുന്നത് പോലെ നോൺ ലീപ്പ് ഇയറിൽ നടന്നിട്ടില്ല. എല്ലാം 2016, 2012, 2008 എന്നതിൽ ലീപ്പ് ഇയറുമാണ്. അതുപോലെ എന്താണ്, ഇവൺ നമ്പറുമാണ്. ഇപ്പോൾ 2008 ഇവണാണ്, 2012 ഇവണാണ്, 2016 ഇവണാണ്, എല്ലാം ഇവണാണല്ലോ. ബട്ട് 2021 എന്താണ്, ഓഡ് നമ്പറാണ്. സോ ആദ്യമായിട്ടാണ് നോൺ ലീപ്പ് ഇയറിലും ഒരു ഓഡ് നമ്പർ വരുന്ന ഇയറിലും പാരാലിമ്പിക്സ് ഗെയിംസ് നടക്കുന്നത് കൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് റെക്കഗ്നൈസസ് ദ ദാഹി ഹന്തി ആസ് എ സ്പോർട്സ് ഇവന്റ്? ഇത് കറണ്ട് അഫെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. മഹാരാഷ്ട്ര സർക്കാർ എന്താണ്, അവിടുത്തെ ദാഹി ഹന്തി എന്ന് പറയുന്ന സ്പോർട്സ് ഇവന്റിന് ഒഫീഷ്യൽ റെക്കഗ്നേഷൻ നൽകി. അതായത് ഈ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലിയിലേക്ക് വരെ കയറാമെന്ന രീതിയിൽ ആളുകൾക്ക് വാഗ്ദാനം നൽകാൻ വേണ്ടി തുടങ്ങി അല്ലേ. എന്താണ് ഈ ദാഹി ഹന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗോവിന്ദാസ് എന്ന് കേൾക്കാറില്ലേ, സിനിമ ഉണ്ടായിരുന്നല്ലോ മോഹൻലാൽ, കാക്കക്കുയിൽ. ഓക്കെ, ആ ഒരു കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഗോവിന്ദ എന്ന് പറയുന്ന സോങ് കേട്ടില്ലേ? അതിലെന്താണ്, അതിൽ ഉറിയടിക്കുന്ന പോലെയുള്ള ലോർഡ് കൃഷ്ണയുടെ ബർത്ത് ആഘോഷിക്കുന്ന ജന്മാഷ്ടമി നാളിൽ ആ ഒരു ഉറിയടി പോലുള്ള കാര്യങ്ങളിൽ ആളുകൾ മുകളിൽ കയറിയിട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം. സോ അതിൽ ചെയ്യുന്ന ആളുകളെ ഗോവിന്ദാസ് എന്ന് വിളിക്കും അല്ലേ. സോ ആ രീതിയിലാണ് പാട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത്? മഹാരാഷ്ട്രയിലാണ്. സോ ഈ രീതിയിൽ മഹാരാഷ്ട്രയാണ് ഇത്തരത്തിൽ ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ ദാഹി ഹന്തി എന്ന രീതിയിൽ വിളിക്കുന്നത്. ഈ ദാഹി ഹന്തി എന്താണ്, അവിടെ സ്റ്റേറ്റ് സ്പോർട്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. ഗോവിന്ദാസ്, ഇതിലൂടെ പങ്കെടുക്കുന്ന ഗോവിന്ദാസ് എന്താണ്, ഗവൺമെൻറ് ജോലി വരെ സ്പോർട്സ് കാറ്റഗറിയിൽ ലഭിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ 10 ലക്ഷം രൂപ വരെ എന്താണ് ഇൻഷുറൻസും ഇവരുടെ പേരിൽ ഏർപ്പെടുത്തുന്നുണ്ട്. വളരെ അപകടം പിടിച്ച സ്പോർട്സ് ആണ്. താഴെ വീണാൽ എന്താണ്, ആൾ മരണപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലേ. ഇനി പാർഷ്യലായുള്ള ഹാൻഡിക്യാപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ സഹായം കിട്ടും. ദാഹി ഹന്തി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോർഡ് കൃഷ്ണയുടെ ബർത്ത് ആഘോഷിക്കുന്ന ജന്മാഷ്ടമി നാളിലാണ് ഈ പറയുന്ന ദാഹി ഹന്തി ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, in which of the following sessions of the International Olympic Committee Executive Board meeting was Brisbane voted to host 2032 Olympic and പാരാലിമ്പിക്? 2032 ഒളിമ്പിക്സിൻ്റെയും പാരാലിമ്പിക്സിൻ്റെ വെന്യൂ ആയിട്ട് ഓസ്ട്രേലിയയുടെ ബ്രിസ്ബെയിനെ തെരഞ്ഞെടുത്ത കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അത് ഏത് മീറ്റിംഗിലായിരുന്നു? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ എത്രാമത്തെ മീറ്ററിലാണ് ഇത് ഒഫീഷ്യലായിട്ട് തെരഞ്ഞെടുത്തതെന്നാണ് ചോദ്യം. 138ാമത്തെ മീറ്റിംഗ്, അതും ടോക്കിയോയിൽ വെച്ച്, ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്ന മീറ്റിംഗിലാണ് 2032 ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഗെയിംസ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചിട്ട് നടക്കാൻ വേണ്ടി ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചത്. ഈ പ്രഖ്യാപനം വരുന്നത് 2021 ജൂൺ 21 138ാമത്തെ IOC സെഷനിൽ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്ന ആ ഒരു സെഷനിലാണ് ഈ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതിൽ ടോട്ടൽ 77 വോട്ട് വന്ന സമയത്ത് അതിൽ 72 വോട്ടും ബ്രിസ്ബെയിൻ അനുകൂലമായിട്ട്, 5 വോട്ട് പ്രതികൂലവുമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിസ്ബെയിനെ തെരഞ്ഞെടുത്തു റീസെൻ്റ് ആയിട്ട്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ കാണാൻ വേണ്ടി പറ്റും 2023 ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞിട്ട് ഉയർത്തി കാണിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, സിംഗ്രാജ്
അധാന ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഇവന്റ്. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലേ. പേഴ്സണാലിറ്റിയും സ്പോർട്സ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇവിടെ വന്ന ചോദ്യം എന്താണ്? സിംഗ്രാജ് അധാന എന്ന് പറയുന്ന കായിക താരം താഴെ പറഞ്ഞ ഏത് സ്പോർട്സ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളോട് ചോദ്യം വന്നത്. ബാഡ്മിന്റൺ ആണോ, ഹൈ ജമ്പ് ആണോ, ഷൂട്ടിംഗ് ആണോ, ഡിസ്കസ് ത്രോ ആണോ, ഏതാണ് അദ്ദേഹത്തിന്റെ വിഭാഗം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? പാരാലിമ്പിക് ഷൂട്ടറാണ് ഇദ്ദേഹം. പാരാലിമ്പിക് ഷൂട്ടറാണ് നമ്മൾ ഈ പറഞ്ഞ സിംഗ്രാജ് അധാന എന്ന് പറയുന്ന ആ ഒരു കായിക താരം. 2020 പാരാലിമ്പിക്സിൽ പങ്കെടുത്തിട്ട് സിൽവറും ബ്രോൺസും 2 മെഡൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മിക്സഡ് 50 മീറ്റർ പിസ്റ്റളിൽ സിൽവറും അതുപോലെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ബ്രോൺസും ഇദ്ദേഹത്തിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ശ്രീ ഓം പ്രകാശ് മിഥാർവൽ was in news for being conferred with Arjuna Award 2022 for his outstanding contribution in which of the following sports. ഞാൻ ഇത്രയും വായിച്ച കറണ്ട് അഫയറിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചോ? ഒരുപാട് കാര്യങ്ങൾ അർജുന അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നു അല്ലേ. സോ 2023 അർജുന അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവർ അർജുന അവാർഡിൽ വരുന്ന ഓരോ താരവും അവരുടെ സ്പോർട്സ് ഇവന്റും പഠിച്ചു വെച്ചോ. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകളിൽ നമുക്ക് 100% ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. സോ അർജുന അവാർഡ് 2022 ലഭിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു ഓം പ്രകാശ് മിഥർവാൾ. അദ്ദേഹത്തിന്റെ സ്പോർട്സ് ഇവന്റും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്പോർട്സ് ഇവന്റ് ഷൂട്ടിംഗ് തന്നെയാണ്. ഓക്കെ, 2018 ISS വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്ററിൽ ഗോൾഡ് മെഡൽ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 10 മീറ്ററിൽ സിൽവർ മെഡൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ 2018 കോമൺവെൽത്ത് ഗെയിംസ് ഗോൾഡ് കോസ്റ്റിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി 2 ബ്രോൺസ് അദ്ദേഹം സ്വന്തമാക്കേണ്ട രാജസ്ഥാൻകാരനായുള്ള ഇദ്ദേഹം എന്താണ് ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കേണ്ട. ഓക്കെ, ഓം പ്രകാശ് മിഥർവാൾ എന്ന് പറയുന്നത് എന്താണ്? ഷൂട്ടിംഗ് താരമാണ്. നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇസ് എ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്? ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഫാലാണ്. ഇംഫാൽ എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇംഫാലാണ്. ആക്ച്വലി 2018 ഇതിന്റെ ഒഫീഷ്യലായിട്ട് തറക്കല്ലും കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇട്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇങ്ങനെ ഒരു ഓഫീസ് അവിടെ ഇല്ല. നിലവിൽ ഇംഫാളിൽ ഒരു ടെമ്പററി കോംപ്ലക്സിലാണ് ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും നടക്കുന്നത്. ഇതിന്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ആവുന്ന മുറയ്ക്ക് എന്താണ് അവരങ്ങോട്ടേക്ക് മാറും. എന്തായാലും മണിപ്പൂരിലാണ് ഇതിന്റെ ശിലാസ്ഥാപനവും കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലെന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ഒളിമ്പിക് ഗെയിംസ് ആർ ഹെൽഡ് എവരി. അതായത് എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയുന്ന കാര്യമാണ് 2016 കഴിഞ്ഞ സമയത്ത് 2020 നടന്നു. ഇനി 24 നടക്കും, 28 നടക്കും, 32 നടക്കും. ആ രീതിയിൽ നമുക്കറിയാം അല്ലേ. സോ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ്? ഒളിമ്പിക് ഗെയിംസ് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ആൻഷ്യന്റ് ഗ്രീസിൽ നടക്കുന്ന കാലം തൊട്ടേ ഈ ഒരു കാര്യമാണ് അവർ ഫോളോ ചെയ്യുന്നത്. 4 വർഷം കൂടുമ്പോഴാണ്. 1994 വരെ സമ്മറും വിന്ററും ഒരേ വർഷമായിരുന്നു നടന്നത്. ബട്ട് 1994 മുതൽ എന്താണ് സമ്മർ ഒളിമ്പിക്സ് വേറെയും വിന്റർ ഒളിമ്പിക്സ് വേറെയും, അങ്ങനെ സമ്മറിനും വിന്ററിനും ഇടയിൽ 2 വർഷത്തെ ഗ്യാപ്പും വന്നു. സോ കാര്യം ഇങ്ങനെയാണ്. ഒളിമ്പിക്സ് തമ്മിൽ 2 ഒളിമ്പിക്സ് തമ്മിൽ അതിപ്പം വിന്റർ ആയാലും 2 വിന്റർ ആയാലും വിന്റർ തമ്മിലായാലും സമ്മർ തമ്മിലായാലും എത്ര ഗ്യാപ്പ് വരും? 4 ഇയറിന്റെ ഗ്യാപ്പ് വരും. വിന്റർ തമ്മിലായാലും 4 ഇയറിന്റെ ഗ്യാപ്പ് വരും. ബട്ട് വിന്ററും സമ്മറും തമ്മിൽ എത്ര ഗ്യാപ്പാണ്? 2 ഇയറിന്റെ ഗ്യാപ്പാണ് അല്ലേ. മനസ്സിലായല്ലോ. വിന്റർ ഒളിമ്പിക്സും തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് 2018 വിന്റർ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ 2022 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. സമ്മർ ഒളിമ്പിക്സ് 2020 നടന്നു കഴിഞ്ഞാൽ പിന്നെ 2024 അല്ലേ. സോ ഇത് വിന്റർ, ഇത് സമ്മർ. സോ വിന്ററും തമ്മിൽ 2018 വിന്റർ ഒളിമ്പിക്സും 2022 വിന്റർ ഒളിമ്പിക്സും തമ്മിൽ 4 വർഷത്തെ ഗ്യാപ്പും സമ്മറും തമ്മിൽ 2020 സമ്മർ ഒളിമ്പിക്സും 2024 സമ്മർ ഒളിമ്പിക്സും തമ്മിൽ 4 വർഷത്തെ ഗ്യാപ്പ്. 2018 വിന്റർ ഒളിമ്പിക്സും 2020 സമ്മർ ഒളിമ്പിക്സ് തമ്മിൽ എത്രയാണ്? 2 വർഷത്തെ ഗ്യാപ്പുമാണ്. ആ ഒരു വ്യത്യാസം കൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഫസ്റ്റ് ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്നത് 776 BC ആണ്. 776 BC-ലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ച് നടക്കുന്നത്. ആൻഷ്യന്റ് ഒളിമ്പിക്സിന് ഒളിമ്പിയാഡ് എന്ന പേരിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു. ആ രീതിയിൽ കൂടെ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ. 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 4th ഇയർ ആണ്. നെക്സ്റ്റ് എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് മെഡൽസ് വോൺ ബൈ ഇന്ത്യൻ പാരാലിമ്പിക് 2020 വാസ്. ഓൾറെഡി വന്ന ചോദ്യമാണല്ലേ. അത് എത്ര സിൽവർ നേടിയിട്ടെന്ന് ചോദിച്ചു, ഗോൾഡ് എത്ര നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. 19 മെഡലാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. 19 മെഡൽ, അതിൽ 5 ഗോൾഡ്, 8 സിൽവർ, 6 ബ്രോൺസ് ആണ്. ഇന്ത്യ 24ാമതായിട്ട് മെഡൽ ടാളിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവനി ലഖേര 2 മെഡൽ സ്വന്തമാക്കി, 1 ഗോൾഡും 1 ബ്രോൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പാരാലിമ്പിക്സിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സീസൺ കൂടിയായിരുന്നു ഇത്. ഇതിന് മുന്നത്തെ പ്രീവിയസ് ബെസ്റ്റ് 12 മെഡലായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത്. അന്ന് 4 ഗോൾഡും 4 സിൽവറും 4 ബ്രോൺസുമാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചോളും. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് വാസ് പ്ലേഡ് ബിറ്റ്വീൻ 17 to 30 January 2022? 2022
ജനുവരി മാസം 17 തൊട്ട് 30 വരെ നടന്ന ടൂർണമെന്റ് ഏതെന്നാണ് ചോദ്യം. ജനുവരി മാസം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് നമുക്കറിയാം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് അല്ലേ. ഗ്രാൻഡ് സ്ലാമിനെ നമുക്ക് 4 തരംതിരിക്കാം. ഗ്രാൻഡ് സ്ലാമിന് നമുക്ക് 4 തരംതിരിക്കാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മുടെ MG ഹെക്ടറിന്റെ കഥയൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? MG ശ്രീകുമാർ ഹാർഡ് കോഡിന്റെ നടുവിൽ നിന്ന് പാടുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ? ആദ്യത്തെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞാൽ എന്താണ് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരിക? വിംബിൾട്ടൺ ആണ് വരിക. അത് കഴിഞ്ഞാൽ US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആദ്യമായിട്ട് നടന്നത് 1905 എന്നാൽ ഫ്രഞ്ച് ഓപ്പൺ ആദ്യമായിട്ട് നടക്കുന്ന 1925 വിംബിൾട്ടൺ ആദ്യമായിട്ട് നടക്കുന്ന 1877 US ഓപ്പൺ ആദ്യമായിട്ട് നടക്കുന്ന 1881 സോ ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണ്? വിംബിൾട്ടൺ ആണ് അല്ലേ. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് ബാക്ക് ടു ഓരോന്നിലേക്ക് വരാം. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2022 നമ്മളോട് ചോദിച്ചത്. 2022 ജനുവരി 17 തൊട്ടിട്ട്, ജനുവരി തന്നെ പറയാം, ജനുവരി 17 തൊട്ടിട്ട് 30 വരെ നടന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ മെൻ സിംഗിൾ, വുമൺ സിംഗിൾ MW എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. മെൻ സിംഗിളിൽ 2022 വിജയിച്ചത് ആരാണെന്ന് അറിയുമോ? റാഫേൽ നദാലാണ്. RN എന്ന് എഴുതുന്നുണ്ട്. റാഫേൽ നദാലാണ്. വുമൺ സിംഗിൾ ആഷ്ലി ബാർട്ടിയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2023 ഇനി പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരിക. 2023 ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി മാസം തന്നെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ജനുവരി മാസത്തിലാണ്. ബട്ട് ഡേറ്റ് ചെറിയൊരു മാറ്റമുണ്ട്. 16 തൊട്ടിട്ട് 29 വരെ, 17 തൊട്ടിട്ട് 30 മാറിയിട്ട് 16 തൊട്ടിട്ട് 29 വരെയാണ്. മെയിൽ പ്ലെയർ നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ചും വുമൺ സിംഗിൾസിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് അരീന സബലങ്കയാണ്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കോഡടക്കം പഠിച്ചു വെക്കാനുള്ള കോഡടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. സോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ഫ്രഞ്ച് ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ 2022 ഏത് മാസമാണ് നടക്കുന്നത്? മെയ് ടു ജൂൺ ആണല്ലേ. 2022 22 മെയ് ടു 5 ജൂൺ വരെ നടന്നു. അതിൽ മെൻസ് വുമൺസ് ആരാണ് ജയിച്ചതെന്ന് നോക്കാം. മെൻസിൽ റാഫേൽ നദാൽ. ഞാൻ RN എഴുതുന്നുണ്ട്, നിങ്ങൾ നോട്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയാൽ മതി. അതുപോലെ എന്താണ് ഇഗ സ്വേതേക്ക് വുമൺസിൽ ജയിച്ചു. ഇനി 2023 ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. 28 മെയ് ജൂൺ തന്നെയാണ്. 28 മെയ് തൊട്ടിട്ട് 11 ജൂൺ വരെയാണ്. മെൻസിൽ വിജയിച്ചത് നൊവാക് ജോക്കോവിച്ച് ആണ്. വുമൺസിൽ വിജയിച്ചത് ഇഗ സ്വേതേക്ക് തന്നെയാണ്. ആ രീതി കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല, ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ പോകും. ഇനി വിംബിൾട്ടൺ. വിംബിൾട്ടണ് 2022 നടന്ന വിംബിൾട്ടണ് ജൂൺ ജൂലൈയിലാണ്. 27 ജൂൺ തൊട്ടിട്ട് 10 ജൂലൈ വരെയാണ് നടക്കുന്നത്. അതിൽ വുമൺ കാറ്റഗറിയിൽ മെൻ കാറ്റഗറിയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് നൊവാക് ജോക്കോവിച്ചും വുമൺ കാറ്റഗറിയിൽ എലേന റബിക്കിനെയാണ് ജയിച്ചത്. 2023 ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത് 3 to 6 ജൂലൈ ആണ്. ജൂലൈ 3 തൊട്ടിട്ട് 6 വരെയാണ് നടന്നത്. അതിൽ മെൻ കാറ്റഗറിയിൽ കാർലോസ് അൽക്കാർസും വുമൺ കാറ്റഗറിയിൽ മാർക്കറ്റ വോൺട്രോസുവിയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വിംബിൾട്ടണും കഴിഞ്ഞു. ഇനി US ഓപ്പണും കൂടിയാണ് ബാക്കിയുള്ളത്. US ഓപ്പണ് 2022 നടന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 29 തൊട്ടിട്ട് സെപ്റ്റംബർ 11 വരെയാണ്. അതിൽ മെൻസ് കാറ്റഗറിയിൽ കാർലോസ് അൽക്കാസും വുമൺ കാറ്റഗറിയിൽ ഇഗ സ്വേതേക്കും ജയിച്ചു. 2023 നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 28 തൊട്ടിട്ട് സെപ്റ്റംബർ 10 വരെയാണ് നടന്നത്. മെൻസ് കാറ്റഗറിയിൽ നൊവാക് ജോക്കോവിച്ചും വുമൺസ് കാറ്റഗറിയിൽ കോക്കോ ഗോഫിയുമാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കേണ്ട, അതായത് എഴുതിയത് മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കൈക്കൊരു വർക്കൗട്ട് കൊടുക്കാൻ വേണ്ടി എഴുതുന്നതാണ്. നിങ്ങൾ പറയുന്നത് വെച്ച് ഒന്ന് ബാക്ക് അടിച്ചിട്ടൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഉത്തരം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് വിന്റർ എഡിഷൻ ഓഫ് ദ ഒളിമ്പിക് ഗെയിംസ് ഓർഗനൈസർ? ഒളിമ്പിക് ഗെയിംസിന്റെ ആദ്യത്തെ വിന്റർ, പാരാലിമ്പിക്സ് ഒക്കെ 1960 നമ്മൾ പറഞ്ഞു, ആ രീതിയിലേക്ക് വരരുത്. വിന്റർ ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എന്ന രീതിയിൽ 2 ടൂർണമെന്റ് നടക്കാൻ വേണ്ടി തുടങ്ങുന്നത് ആദ്യമായിട്ട് 1924 ഓക്കെ, 1924 ഫസ്റ്റ് വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലെ ചമോനിക്സിലാണ്. എവിടെയാണ്? ചമോനിക്സ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് 1924 ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. ഇതിന് ഒറിജിനലി ഒരാഴ്ച നടന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ അന്ന് ഇന്റർനാഷണൽ വിന്റർ സ്പോർട്ട് വീക്ക് എന്ന രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് 1926 ഇതിന്റെ പേര് വിന്റർ ഒളിമ്പിക്സ് എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഒരു ക്ലാസ് തന്നെ പറഞ്ഞിട്ട് 1992 തൊട്ടിട്ട് 92 വരെ എന്താണ് സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും ഒരേ വർഷമായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് 1992 ഓൺവേർഡ്സ് എന്താണ് ഇതിൻ്റെ ഗ്യാപ്പ്, സമ്മർ ഒളിമ്പിക്സിനും വിന്റർ ഒളിമ്പിക്സിനോടെയുള്ള ഗ്യാപ്പ് 2 വർഷമായിട്ട് മാറ്റുകയും ചെയ്തു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചു. നെക്സ്റ്റ് എന്താണ്? ദ മാക്സിമം ഡിസ്റ്റൻസ്
കവേർഡ് മാരത്തോൺ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ഒരു മാരത്തോണിൽ കവർ ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് 42.195 കിലോമീറ്റർ ആണ്. എന്താണ്? 42.195 കിലോമീറ്റർ ആണ്. അല്ലാതെ മൈലും യാർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ 26 മൈൽസ് 385 യാർഡ് എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല മൈൽസ് മാത്രമാണെങ്കിൽ 26.2 മൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാകുക. ഒന്നുകിൽ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ് ഇൻ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 42.195 കിലോമീറ്റർ തരും, അല്ലെങ്കിൽ 26.2 മൈൽസ് തരും, അല്ലെങ്കിൽ 26 മൈൽസ് 385 യാർഡ്സ് എന്ന് തരും. ഓക്കെ, മാരത്തോൺ സാധാരണയായിട്ട് നമ്മളെന്താണ് നടന്നിട്ട് ഓടിയിട്ടൊക്കെയാണ് തീർക്കുന്നത്, റോഡിലൂടെയാണ്, റോഡ് റേസ് എന്ന രീതിയിലാണ് നടക്കുന്നത്. 1896 മുതൽ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ഇത് വരുന്നുണ്ട്. ബട്ട് ഇതിന്റെ ഡിസ്റ്റൻസ് 1896 നിശ്ചയിച്ചിട്ടില്ല. സ്റ്റാൻഡേർഡൈസ്ഡിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് 1921 അങ്ങനെ 1924 തൊട്ടിട്ട് 42.195 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് പഠിച്ചു വെച്ചോളും. ഓക്കെ, 42.195 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ വോൺ തോമസ് കപ്പ് ഇൻ ദ ഇയർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലേ. ഇന്ത്യ 2022 ആദ്യമായിട്ടൊരു തോമസ് കപ്പ് വിജയിക്കുന്നത്. 2022 മെയ് 8 തൊട്ടിട്ട് 15 വരെ നടന്ന 29ാമത്തെ തോമസ് കപ്പിന്റെ എഡിഷനിലാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് തോമസ് കപ്പ് വിജയിക്കുന്നത്. തായ്ലാൻഡിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ടൂർണമെന്റ് നടന്നത്. ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ടൂർണമെന്റിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ച് ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് സ്റ്റാർട്ടർ ഇൻ വിച്ച് ഇയർ? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഏത് വർഷം ആരംഭിച്ചു എന്നാണ് ചോദ്യം. നമ്മുടെ ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് എന്താണ് 2020 തൊട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2020 കഴിഞ്ഞിട്ട് 2021 ഇപ്പോൾ 2023 വരെ ഈ ഒരു ഇവന്റ് കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ടുണ്ട്. 2020 ഇതിന്റെ ഹോസ്റ്റ് സിറ്റീസ് എന്ന് പറയുന്നത് 2 സിറ്റീസ് ഉണ്ട്, ലേയും അതുപോലെ ഗുൽമാർഗുമാണ്. ലേയും ഗുൽമാർഗുമാണ്. 2021 സെയിം ഹോസ്റ്റ് സിറ്റിയാണ്, ലേയും ഗുൽമാർഗുമാണ്. 2023 ഗുൽമാർഗ് മാത്രമാണ് ഹോസ്റ്റ് സിറ്റി ആയിട്ട് വരുന്നത്. ലേ ഇല്ല, ജമ്മു ആൻഡ് കാശ്മീരിലെ ഗുൽമാർഗ് മാത്രമാണ്. ലേ വരുന്നത് ലഡാക്കിലാണ്. ഓക്കെ, ഗുൽമാർഗ് മാത്രമാണ് ഹോസ്റ്റ് സിറ്റി ആയിട്ട് വരുന്നത്. ഇനി വിന്നേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരേ വിന്നർ തന്നെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ തന്നെയാണ്. 2020, 2021, 2023 ഈ പറയുന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ വിന്നറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൂടെ അവിടെ നിന്ന് പഠിച്ചു വെച്ചു. സോ ഉത്തരം 2020 ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? എ ഫുട്ബോൾ മാച്ച് ലാസ്റ്റ് 2 ഈക്വൽ പീരീഡ്സ് ഓഫ്. നമ്മൾ ഫുട്ബോൾ മാച്ച് കാണാറുണ്ട്. ടോട്ടൽ 90 മിനിറ്റ് ആണ് ഫുട്ബോൾ മാച്ച് എന്നറിയാം. ബട്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഫുട്ബോൾ മിനിറ്റിൽ കഴിയുന്നത് ഏതാണ്? 90ന്റെ പകുതിയുള്ള 45 മിനിറ്റ്സിൽ എന്താണ് ഫസ്റ്റ് ഹാഫ് കഴിയും. എന്നിട്ട് ഏതാണ്ട് ഒരു 15 മിനിറ്റോളം ബ്രേക്ക് നൽകും അല്ലേ. സോ 45 മിനിറ്റ് ആണ്. 2 ഈക്വൽ പീരീഡ് എന്ന് പറയുമ്പോൾ 90ന്റെ പകുതി 45 മിനിറ്റ് ആണ്. ഓക്കെ, വേൾഡ് വൈഡ് റൂള് 1866 തൊട്ടിട്ട് ഇങ്ങനെ റൂള് വേൾഡ് വൈഡിൽ വരുന്നുണ്ട്. 15 മിനിറ്റ് ബ്രേക്ക് സാധാരണയായിട്ട് നൽകാറുണ്ട്. അതുകൂടെ പഠിച്ചു വെച്ചോ. സോ 45 മിനിറ്റ് ആണ് ഉത്തരം. നെക്സ്റ്റ് എന്താണ്? വിച്ച് പ്ലെയർ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ 23rd വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 23ാമത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ഉയർന്നു വന്ന വനിത ആരെന്നാണ് ചോദ്യം. പ്രിയങ്ക നുഥാക്കിയാണ്. വിജയവാഡക്കാരിയായിട്ടുള്ള, ആന്ധ്രാപ്രദേശിലെ വിജയവാഡക്കാരിയായിട്ടുള്ള പ്രിയങ്ക നുഥാക്കിയാണ് 23ാമത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാണ് പ്രിയ നുഥാക്കി. അവർ പേരൊന്നും ഇവിടെ ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് പ്ലെയർ എമംഗ് ദ ഫോളോയിങ് വൺ ഡബിൾ ഗോൾഡ് അറ്റ് ദ 4th പാരാ ബാഡ്മിന്റൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇൻ ഡിസംബർ 2021? 2021 ഡിസംബർ മാസത്തിൽ നടന്ന 4ാമത്തെ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 2 ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ താരം താഴെ പറയുന്നതിൽ ആരെന്നാണ് ചോദ്യം. നിതേഷ് കുമാറാണ്. നിതേഷ് കുമാർ, ഹരിയാനക്കാരനായുള്ള നിതേഷ് കുമാറാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഹരിയാനക്കാരനായുള്ള നിതേഷ് കുമാറാണ് 2021 ഡിസംബർ മാസത്തിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 2 ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. വോൺ ഡബിൾ ഗോൾഡ് അറ്റ് ദ 4th പാരാ ബാഡ്മിന്റൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ഇൻ ഭുവനേശ്വർ, ഒഡീഷ ഓൺ December 27, 2021. ഇവിടെ വെച്ച് നടന്നു. ഒഡീഷയിലെ ഭുവനേശ്വർ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ സെയിലർ ടു ക്വാളിഫൈ ഫോർ ദ ഒളിമ്പിക്സ് വെൻ ഷീ ക്വാളിഫൈഡ് ഫോർ ദ ടോക്കിയോ 2000 ഒളിമ്പിക്സ്? നമുക്ക് ഈ ഒരു സെയിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ 2020 വരെ ഇന്ത്യൻ മെൻസിന്റെ കുത്തകയായിരുന്നു. ഇതുവരെ ടോട്ടൽ 10 പേര്, അല്ലെങ്കിൽ 2020 മുൻപ് 9 പേര് ക്വാളിഫൈ ആയ സമയത്ത്, ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ആയ സമയത്ത് ആ 9 പേരും എന്താണ്? 9 പേരും പുരുഷന്മാരായിരുന്നു, മെന്നായിരുന്നു 9 പേരും. അങ്ങനെ 2020 ആ പറയുന്ന കോട്ട തകർത്തുകൊണ്ടെന്നാണ് നേത്ര കുമനൻ
വന്നു അല്ലെ. നേത്ര കുമരൻ എന്ന് പറഞ്ഞ സെയിലർ എന്താണ് ഏപ്രിൽ 2021 അവർ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. 10th ഇന്ത്യൻ ടു ക്വാളിഫൈ ഫോർ ദ സെയിലിംഗ് ഇവന്റ്. അതിലെന്താണ് ഫസ്റ്റ് വുമൺ ആണല്ലേ. 9 പുരുഷന്മാർ നേടിയ ആ ഒരു നേട്ടത്തിൽ ആദ്യമായിട്ടൊരു വനിത വരികയാണ്. ഇനി മറ്റു വനിതകൾ, കൂടുതൽ വനിതകൾ വരട്ടെ. നേത്ര കുമരനാണ് ഇവർക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്ലാസ്സിൻ്റെ, ഈ ഒരു സെഷൻ്റെ, അതുപോലെ നമ്മുടെ സ്പോർട്സ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. 35ാമത്തെ നാഷണൽ ഗെയിംസ് എവിടെ വെച്ച് നടന്നു? 2015 കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലേ. 2015 ജനുവരി 31 തൊട്ടിട്ട് ഫെബ്രുവരി 14 വരെ കേരളത്തിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. 35ാമത്തെ എഡിഷൻ. 1987 ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ പറയുന്ന നാഷണൽ ഗെയിംസ് നടക്കുന്നത്. 2ാമത്തെ തവണ കൂടിയാണ് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതോടുകൂടി എന്താണ്, ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ, ഈ ഒരു ക്ലാസ് മാത്രമല്ല, നമ്മുടെ സ്പോർട്സ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സും ഇതടക്കമുള്ള 3 ക്ലാസ്സിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 85ഓളം ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 85ഓളം ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആ ഒരു ഫാക്റ്റും നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇൻറ്റു 10 അല്ലെങ്കിൽ 20 ചെയ്യേണ്ടി വരും. 1000-ലധികം ടോട്ടൽ ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ആയാലും, ഒളിമ്പിക്സ് ആയാലും, പാരാലിമ്പിക്സ് ആയാലും, വിൻ്റർ ഗെയിംസ് ആയാലും, ഏഷ്യൻ ഗെയിംസ് ആയാലും, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയാലും, ഫുട്ബോൾ വേൾഡ് കപ്പ് ആയാലും, ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ആയാലും, പ്ലേയേഴ്സ് ആയാലും, ടെർമിനോളജി ആയാലും, ട്രോഫീസ് ആയാലും, എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ഗ്രാൻഡ് സ്ലാംസ് ഒക്കെ എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഞാൻ എടുത്ത് റെഫർ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത്രയുമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ എന്താണ് അർജുന അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സ് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ വ്യക്തികളുടെ പേരും അവരുടെ കായികവും തീർച്ചയായിട്ടും ഇനി നോട്ട് ചെയ്യുക അല്ലേ. കാരണം എന്താണ്, ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ വരിക തന്നെ ചെയ്യും. സോ ഈ രീതിയിലാണ് പാറ്റേൺ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത്. ഇതോടുകൂടെ സ്പോർട്സ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ക്ലാസ്സിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും ഇതുപോലുള്ള സെഷൻസുമായിട്ട് കാണാം. താങ്ക്